അമ്മുവിനെ കുറിച്ച് പറയാറുണ്ട്. വളരെ ബോൾഡായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ സൈലൻ്റായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആക്ച്വലി മോളെ വിദ്യാഭ്യാസം ദുബായിലായിരുന്നു, മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ബികോം. അതിനുശേഷം മാസ്റ്റർ ചെയ്യാൻ വേണ്ടി UK മാഞ്ചസ്റ്ററിലായിരുന്നു. മാസ്റ്റർ കഴിഞ്ഞ് ആണ് അവൾ നാട്ടിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്താണ് ഞാനങ്ങനെ മാട്രിമോണിയിൽ ഒരു ആഡ് കൊടുക്കുകയും നമുക്കൊരു 3-4 പ്രപ്പോസൽ വന്നു. അങ്ങനെയാണ് വിഷ്ണുവിനെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അമ്മുവിനെ പറ്റി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ കാര്യങ്ങൾ പറയാനും എൻ്റെ സങ്കടം, എൻ്റെ സന്തോഷം എല്ലാം പറയാനുള്ള ആളാണ് എൻ്റെ മോള്. बस ये दुआ मिल जाए हम इस तरह, सुन ली है रब ने अर्जियां. പിന്നീട് കല്യാണത്തിൻ്റെ ധൃതിയായിരുന്നു. 6 months എല്ലാ അറേഞ്ച്മെൻറ്റും എങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് നമ്മൾ സംഗീതം എന്നുള്ളൊരു പരിപാടി, ദക്ഷിണ, പിന്നെ കല്യാണം, അങ്ങനെ 3 ഫംഗ്ഷനായിട്ടായിരുന്നു. സംഗീത് പോലെ ഒരു പരിപാടിക്ക് ഔട്ട്ഡോർ ആയിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നി. ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചിട്ടുള്ളൊരു നല്ലൊരു സംഗീത് ഒരു നൈറ്റ് തന്നെയായിരുന്നു അവിടെ. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ജനിപ്പിച്ച ചില നമ്മളെ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. മറിമായത്തിലെ നിയാസും ടീമും ഞങ്ങളൊരു ബ്രദേഴ്സ് പോലെ ജീവിക്കുന്നവരാണ്. അമ്മുവിനും വിഷ്ണുവിനും ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. तुझे लगता खराब, मुझे लगता बुरा, सौदा इश्क का जो है तेरा आ आ. एवे सेट तू ना हो पर हाथ let me go, spoil करना तू मूड मेरा आ आ. ओ दिल को तूने छुआ, ओ जट सेंटी हुआ, ओ दिल को तूने छुआ, जट सेंटी हुआ, मेरे नाल कर ले जरा. പിന്നെ അവൾക്ക് നല്ല കുറേ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ആ സുഹൃത്ത് ബന്ധങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കുന്നവൾ. അതുകൊണ്ട് തന്നെ അവളെ കല്യാണത്തിന് UK ദുബായിൽ നിന്നൊക്കെ അവിടുന്ന് അവളെ കല്യാണത്തിന് വേണ്ടി വന്നു. ചേട്ടൻ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ ഒരു ബ്രദേഴ്സിനെ പോലെ ഞാൻ അവരെ കാണുന്നത്. അവരെ എല്ലാ കാര്യത്തിനും നമ്മളെ A to Z എല്ലാത്തിനും കൂടെ നിൽക്കണ, അത് അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഭംഗിയായിട്ട് കല്യാണം നടത്താൻ പറ്റിയത്. 2-3 ദിവസം എല്ലാവർക്കും ഒരു ഉത്സവം പോലെയാണ്. എല്ലാവർക്കും ഭയങ്കര ഡാൻസ് ചെയ്യാത്തവർ ഡാൻസ് ചെയ്യല്ല, എല്ലാവരും കുട്ടികൾ, ചെറിയ കുഞ്ഞു മക്കൾ വരെ എല്ലാവരും കളിച്ചു. മാത്രമല്ല എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാനും ഉള്ളു. ഡാൻസ് ആയിക്കോട്ടെ, എന്തും എല്ലാവരുടെ കൂട്ടത്തിൽ കൂടാനും അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളല്ല. ആദ്യമായിട്ട് ഞങ്ങൾ മീറ്റപ്പ് ചെയ്യുന്നത് ഞാനും എൻ്റെ പാർട്ട്നേഴ്സും കൂടിയിട്ടായിരുന്നു. പക്ഷേ ആ ഫസ്റ്റ് മീറ്റപ്പിൽ തന്നെ നമുക്ക് അവൻ്റെ നമ്മളിലൊരാളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം അത്രയും ലവിങ് ക്യാരക്ടറാണ്. എന്താണെന്നറിയില്ല, ഞങ്ങളെ കുടുംബത്തിലെ ഒരാളെ പോലെ തന്നെ ഫസ്റ്റ് അവനോട് സംസാരിച്ചപ്പോഴും
ചിലർ പറയും ദിവ്യേൻ്റെ മോനെ പോലെ ഉണ്ട് കാണാനെന്ന്. വലിയ ഭാഗ്യമാണ്, അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക്. വിഷ്ണുവിനോ അമ്മുവിനോ ഐശ്വര്യപൂർണമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതം വളരെ സുന്ദരകരമായി മുന്നോട്ട് പോട്ടെ എന്ന്